Hello friends, welcome to Riya's Kitchen Vibes. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് റവ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഇഡലിയാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഇഡലി എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഒരു പാത്രത്തിലേക്ക് റവ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ റോസ്റ്റഡ് റവ എന്ന് പറഞ്ഞ് മേടിക്കാൻ കിട്ടുന്നതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 3 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം പുളിയുള്ള തൈരാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ 1 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഒരുമിച്ച് വെള്ളം മൊത്തത്തിൽ ചേർക്കരുത്, കുറേശ്ശെയായിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇഡലി മാവിന്റെ ഒരു പരുവം അറിയാമല്ലോ, ആ ഒരു രീതിക്ക് വേണം ആക്കിയെടുക്കാനായിട്ട്. ഞാനിവിടെ മൊത്തത്തിൽ 2.25 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പൊ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് മാവ് കിട്ടേണ്ടത്. ഇനി ഇത് 15 മിനിറ്റത്തേക്ക് അടച്ച് മാറ്റി വെക്കാം. ഇപ്പൊ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇഡലി ഉണ്ടാക്കിയെടുക്കാം. ഇഡലി ഉണ്ടാക്കിയെടുക്കുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പൊ ഇഡലി മാവ് റെഡി ആയിട്ടുണ്ട്. സാധാരണ നമ്മൾ അരി അരച്ച് പുളിപ്പിച്ച് അങ്ങനെ ഒരു പരിപാടിയില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഇഡലിയാണ്. അരി കൊണ്ടുണ്ടാക്കുന്ന ഇഡലി പോലെ തന്നെ നല്ല രുചിയാണ്. ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവേ. ഇനി ഈ മാവ് ഇഡലി തട്ടിലേക്ക് കോരി ഒഴിക്കാം. ഈ തട്ടിലൊക്കെ ഞാൻ എണ്ണ പുരട്ടി കൊടുത്തിട്ടുണ്ട്. മാവ് ഇതുപോലെ കോരി ഒഴിക്കാം. ഇഡലിത്തട്ടിൽ മാവ് നിറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല്, എല്ലാ ഇഡലിയുടെയും മുകൾ ഭാഗത്ത് വരേണ്ടത് മുകളിലത്തെ തട്ടിലിന്റെ ഹോൾസ് ആയിരിക്കണേ. ഇപ്പൊ തട്ടിലെല്ലാം മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇഡലി പുഴുങ്ങാനുള്ള വെള്ളം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇഡലിത്തട്ട് ഇറക്കി വെക്കാം. ഇഡലിത്തട്ട് അടച്ചു വെക്കാം. ഇതൊരു 10 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് ആയി വരും. ആയോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു കത്തിയോ ഫോർക്കോ അല്ലെ ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ച് ഒന്ന് കുത്തി നോക്കിയാൽ മതി. മാവ് അതിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ കറക്റ്റായിട്ട് ആയിട്ടുണ്ട്. ഇപ്പൊ ഇഡലി ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റാം. പിന്നെ ഇഡലിത്തട്ടിൽ നിന്ന് ഇഡലി പെട്ടെന്ന് വിട്ടു പോരാനായിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് എടുത്താൽ മതിയാവും. തളിക്കുകയല്ല, കുറച്ചുകൂടെ കൂടുതൽ വെള്ളം ഇഡലിയുടെ മുകൾ ഭാഗത്തൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇഡലി തട്ടിൽ നിന്ന് വിട്ടുപോരും. അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇഡലിയാണ് റവ കൊണ്ടുള്ളത്. നമ്മുടെ ഇവിടെ ഒന്നും ഇതത്ര കോമൺ ആയിട്ട് കാണുന്നില്ല, പക്ഷെ തമിഴ്നാട്ടിലൊക്കെ ഇത് അവരുടെ മെയിൻ ഡിഷ് തന്നെയാണ്. നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സാധാരണ നമ്മൾ ഇഡലിയുടെ കഴിക്കുന്ന എല്ലാ കറികളും കൂട്ടി ഇത് കഴിക്കാവുന്നതാണ്. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചമ്മന്തിയാണ്, തേങ്ങാ ചമ്മന്തി. അപ്പം ഞാനത് എങ്ങനെയാണ് തയ്യാറാക്കി എടുത്തേക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു ചുവന്നുള്ളി, 1 ടീസ്പൂൺ ഇഞ്ചി, 1 തണ്ട് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 കപ്പ് തേങ്ങ, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയുമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ചുവന്ന കളറിലുള്ള ചമ്മന്തിയാണ് ഞാൻ അരച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് പച്ചമുളകാണ് ചേർക്കാൻ താല്പര്യമെന്നുണ്ടെങ്കിൽ മുളക് പൊടി മാറ്റിയിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിക്കാൻ പോകുന്നത്. ഇതിനി അരച്ചെടുത്തോണ്ട് വരാം. നന്നായിട്ട് അരച്ചെടുക്കണേ. ഇപ്പൊ ദാ ചമ്മന്തി അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പം 1/2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ചുവന്നുള്ളി അരിഞ്ഞതോടെ ഇട്ട് കൊടുക്കാം.
2-3 വറ്റൽ മുളക് കൂടെ ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവുന്ന പോലെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പൊ വറവായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ചമ്മന്തി ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കേണ്ടവർക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചമ്മന്തിക്ക് കട്ടി വേണോ അല്ലെങ്കിൽ ലൂസായിട്ട് വേണോ അതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. ഉപ്പൊക്കെ ഒന്ന് നോക്കിയേക്കണം. പിന്നെ ഇത് തിളയ്ക്കാൻ പാടില്ല. ഒന്ന് പത വരുമ്പോഴത്തേക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണേ. ഇപ്പോൾ അടിപൊളിയായിട്ടുള്ള തേങ്ങാ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നമ്മളെല്ലാവരും ഈ രീതി തന്നെയാണ് തയ്യാറാക്കുന്നത്. എന്നാലും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള രീതിയിലാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, നല്ല സോഫ്റ്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക് കൂടെ ഒന്ന് അറിയിക്കണേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി ഒരു അടിപൊളി ഡിഷുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.